മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലിത്തയുടെ മൃതദേഹം കൊച്ചിയിലെത്തിച്ചു. സഭാപ്രതിനിധികൾ മൃതദേഹം ഏറ്റുവാങ്ങി. ഉച്ചയ്ക്ക് 12 മണിയോടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്തേക്ക് വിലാപയാത്ര പുറപ്പെടും. വിവരങ്ങളുമായി അലി അക്ബർ ഷാ ചേരുകയാണ്. അലി, അമേരിക്കയിലാണ് യോഹന്നാൻ കാർ അപകടത്തിൽ മരിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഈ വിലാപയാത്രയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്ന് പുലർച്ചെ 3:30 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും അത്തനേഷ്യസ് യോഹാന്റെ ഭൗതികദേഹം പുരോഹിതർ ഏറ്റുവാങ്ങിയത്. ഇപ്പോൾ നിലവിൽ നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിന് തൊട്ട് സമീപത്തുള്ള ഒരു സെന്ററിലാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള കർമ്മങ്ങൾക്കും എല്ലാം ശേഷം, ഇവിടെയുള്ള പ്രാർത്ഥനാ കർമ്മങ്ങൾക്കും ശേഷമായിരിക്കും 12 മണിയോടുകൂടി ഇവിടെ നിന്നും വിലാപയാത്രയായി പോവുക തിരുവല്ലയിലേക്ക്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പുരോഹിതരെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. അതുമായി മറ്റ് കർമ്മങ്ങളും മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകളും നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിലാപയാത്രയുമായും സമാനമായ രീതിയിൽ ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നമുക്കിവിടെ ചോദിച്ചറിയാം. ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രതിനിധിയായ സിജോ പന്തപ്പള്ളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, എങ്ങനെയാണ് ഇനിയിപ്പം ഇവിടെ നിന്നുള്ള ചടങ്ങുകളും വിലാപയാത്രയും? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാവിലെ 3:30 അഭിവന്ധ്യ മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ ഭൗതിക ശരീരം എത്തിച്ചേർന്നത്. ഞങ്ങളുടെ പിതാക്കന്മാരും പുരോഹിതരും വിശ്വാസികളും അടങ്ങുന്ന സമൂഹം തിരുമനസിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയുണ്ടായി. ഇനി 12 മണിയോടുകൂടി ഇവിടെയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ നടത്തിയതിനു ശേഷം, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായതിനു ശേഷം 12 മണിക്ക് വിലാപയാത്ര തുടങ്ങും എന്നാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വിലാപയാത്ര ആലുവ, എടപ്പള്ളി, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, വിയപുരം വഴി തിരുമേനിയുടെ ജന്മനാടായ നിരണത്ത്, ഞങ്ങളുടെ സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പള്ളിയിൽ നിരണത്ത് പ്രാർത്ഥനകൾക്ക് വേണ്ടി വയ്ക്കും. അവിടെ കുറച്ച് സമയം പൊതുദർശനത്തിനുള്ള സമയം ഉണ്ടാകുന്നതായിരിക്കും. അതിനുശേഷം തിരുവല്ല പട്ടണം വഴി തിരുവല്ല പൗരസമിതിയുടെ ഒരു അനുശോചനം അവരേർപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വീകരിച്ചുകൊണ്ട് സഭാ ആസ്ഥാനത്തേക്ക് ഇന്ന് രാത്രിയോടുകൂടി എത്തിച്ചേരാനാണ് ഇപ്പോഴത്തെ തീരുമാനമുള്ളത്. ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയുടെയും ഒരു സ്വീകരണം പോകുന്ന വഴിക്ക് അവരും ഒരു അനുശോചന സമ്മേളനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇന്ന് രാത്രിയോടുകൂടി സഭാ ആസ്ഥാനത്ത് എത്തിച്ചേരുകയും അതിനുശേഷം സഭയുടെ വൈദികർക്കും നമ്മുടെ പിതാക്കന്മാർക്കുമുള്ള സമയവും പ്രാർത്ഥനകൾക്കുള്ള സമയമാണ്. ഇന്ന് രാത്രി പൊതുദർശനം ഉണ്ടായിരിക്കുന്നതല്ല. നാളെ രാവിലെ 9 മണിയോടുകൂടി പൊതുദർശനത്തിന് വെക്കുകയും 21-ാം തീയതി രാവിലെ 9 മണിയോടുകൂടി പൊതുദർശനം അവസാനിപ്പിച്ച് പള്ളിയിലേക്ക് വിലാപയാത്രയായിട്ട് പോവുകയും ഖബറടക്ക ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്യും. ഇവിടെ ഇനി കുർബാന ഉൾപ്പെടെയുള്ള അങ്ങനെ എന്തെങ്കിലും പ്രാർത്ഥനാ കർമ്മങ്ങളുണ്ടോ? ഇവിടെ കുർബാനകളില്ല, പക്ഷെ നമ്മൾ പ്രാർത്ഥനാ കർമ്മങ്ങളുണ്ടാവും. രഞ്ജിത്ത്, ഈ പറഞ്ഞതുപോലെയാണ് വിലാപയാത്രയും അതുപോലെ തന്നെ ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇപ്പോൾ നിലവിൽ നെടുമ്പാശ്ശേരിയിലെ ഈ സെന്ററിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തുടരുന്നത്. ഇനി ഇവിടെ നിന്നും ഈ പുരോഹിതരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നുമുള്ള പുരോഹിതരെല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ഈ കർമ്മങ്ങൾക്ക് എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും 12 മണിയോടുകൂടി വിലാപയാത്രയായി തിരുവല്ലയിലേക്കാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കൊണ്ടുപോകുന്നത്. അതിനുശേഷം നാളെയും ഈ പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടരും. അതിനുശേഷം മറ്റന്നാളാണ് നിരണത്ത് അദ്ദേഹത്തിന്റെ നാട്ടിൽ അദ്ദേഹത്തിന്റെ ഖബറടക്ക ശുശ്രൂഷകൾ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടക്കുക. നമുക്കറിയുന്നതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നേതൃത്വം വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബിലീവേഴ്സ് ചർച്ചും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖരായ ആളുകൾ എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ ഈ വിലാപയാത്രയും അതിനോട് ചേർന്ന് വരുന്ന മറ്റന്നാൾ വരെ നിൽക്കുന്ന ഖബറടക്ക ശുശ്രൂഷ വരെയുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിലവിൽ അത്തനേഷ്യസ് യോഹാന്റെ ഭൗതികദേഹം ഇവിടെ നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെന്ററിന് സമീപത്തുള്ള സെന്ററിൽ കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കുമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും 12 മണിയോടുകൂടി വിലാപയാത്ര ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾ ബിലീവേഴ്സ് ചർച്ച് ഭാരവാഹികളിൽ നിന്നും മനസ്സിലാക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷന്റെ ഭൗതികദേഹം കൊച്ചിയിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം വിലാപയാത്രയായി സഭാ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അലി അക്ബർ ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്.